ഏത് നബി എപ്പോൾ ദുആയിരുന്നാലും ഉത്തരം കിട്ടും. അള്ളാന്റെ നബിയല്ലേ. അതേ സമയത്ത് ഈ പറഞ്ഞതിന് എന്താ അർത്ഥം? ഇതൊരു പ്രത്യേക ദുആ ആണ്. എന്താണോ ചോദിച്ചത് കൊടുക്കും. മറ്റതോ അങ്ങനെയല്ല. ആ ചോദിച്ചതിനേക്കാൾ ഖൈറായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ കൊടുത്തോണം എന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആ ഭാഗം കൊടുക്കും. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. ഇതങ്ങനെയല്ല. എന്താണോ ചോദിച്ചത് ആ ചോദിച്ചത് അപ്പോൾ തന്നെ കൊടുക്കും. അങ്ങനത്തെ ഒരു ദുആ ഉണ്ട്. എല്ലാ നബിമാർക്കുമുണ്ട് ഒരു ദുആ. എല്ലാ നബിമാരും അത് ദുആയിരുന്നു പോയി. നൂഹ് നബി അലൈഹിസ്സലാമിന് ആ ചാൻസ് ഉണ്ടായിരുന്നു. നൂഹ് നബി ദുആയിരുന്നു, അല്ലാഹുവേ ഈ ജനങ്ങള് 900 കൊല്ലം വഅദ് പറഞ്ഞിട്ട് 12 ആളുകളായി ഇസ്ലാമിൽ വന്നത്. ഒരു റിവായത്ത് പ്രകാരം വളരെ കുറഞ്ഞ ആൾക്കാരെ ഇസ്ലാമിൽ വന്നുള്ളൂ. റഹ്മാനായ റബ്ബേ നിരാശപ്പെട്ടു. ഇവരുടെ പരിഹാസം സഹിക്കാൻ കഴിയുന്നില്ല. ഇവരുടെ ശിർക്കും ആരാധനകളും സഹിക്കാൻ കഴിയുന്നില്ല. ഈ ദുഷ്ടജനങ്ങളെ, അക്രമികളായ ജനങ്ങളെ നീ ശിക്ഷിക്കണേ അല്ലാഹ്, തൂഫാന് കൊണ്ട് നശിപ്പിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം ദുആയിരുന്നു. അല്ലാഹു ഉത്തരം കൊടുത്തു. ഓരോ നബിമാരും ദുആയിരുന്നു, അല്ലാഹു ഉത്തരം കൊടുത്തു. ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഈ നബിമാരൊക്കെ ദുആയിരുന്നത്? നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. എന്തിനാണ് ഈ നബിമാര് ദുആയിരുന്നത്? അവരുടെ ഖൗമ് നശിക്കാൻ വേണ്ടിയാണ്. നൂഹ് നബി അലൈഹിസ്സലാം ദുആയിരുന്നത് അവിടുത്തെ ഖൗമ് വെള്ളത്തിൽ മുങ്ങിച്ചാകാനാണ്. മൂസാ നബി ദുആയിരുന്നതും അങ്ങനെ. ഓരോരുത്തരും ദുആയിരുന്നത് അവരുടെ ഖൗമിനെതിരിലാണ് ആ ദുആ ഉപയോഗിച്ചത്. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കുമുള്ള ദുആ അവർ നടത്തി കഴിഞ്ഞു. ഫഇന്നി ഖതബഅതു ദഅവതി ഇലാ യൗമിൽ ഖിയാമത്തി ശഫാഅതൻ ലിഉമ്മതി. എന്റെ ദുആ നാളെ പരലോകത്തേക്ക് ഞാൻ നീട്ടിവെച്ചിരിക്കുകയാണ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ട്. ദീനീ പ്രബോധനം നടത്താൻ വേണ്ടി ത്വായിഫിലേക്കൊന്ന് പോയി. എപ്പോഴാ ത്വായിഫിലേക്ക് പോയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഖദീജ ബീവി വഫാത്തായപ്പോ റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്ത അബൂ താലിബ് തങ്ങൾ വഫാത്തായപ്പോ അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പ വിട്ടുപിരിഞ്ഞില്ലേ? ബാപ്പാന്റെ മുഖം കണ്ടിട്ടില്ല. 6ാമത്തെ വയസ്സിൽ ഉമ്മ വഫാത്തായി മരുഭൂമിയിൽ കടന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴിയിൽ ബദറിലേക്ക് പോയവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പോയിട്ടില്ലെങ്കിൽ തന്നെ മദീനയിൽ നിന്ന് മടങ്ങിയിട്ട് മക്കയിലേക്ക് വരുമ്പോ ബദറിൽ പോയ ആളുകള് എമ്പൂഴ എന്ന ഒരു സ്ഥലത്തേക്ക് തിരിയുന്ന ഏറോമാർക്ക് കണ്ടിട്ട് ആ ബോർഡ് കണ്ടിട്ടില്ലേ? ആ എമ്പൂഴിലേക്ക് തിരിയുന്ന ഭാഗത്ത് അതിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ അബവ എന്ന ഒരു സ്ഥലമുണ്ട്. അതും മദീനത്തുനിന്ന് പോരുന്ന വഴിയിൽ റോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അബവയിലുള്ള ആരോമാർക്ക് കാണാം. അവിടെയാണ് ആമിന ബീവിന്റെ ഖബറുള്ളത്. റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ അവിടെയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന, ഭാവിയിൽ റസൂലാകുന്ന ഭൗതിക ലോകത്ത് ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അല്ലാഹു മറ്റൊരു ലോകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള റസൂലുള്ളാഹ് 6 വയസ്സ് പ്രായമായ കുട്ടിയെ ഉമ്മുഐമൻ എന്ന അടിമ സ്ത്രീ കയ്യും പിടിച്ചുകൊണ്ട് നടന്നു പോരുമ്പോ ആ മരുഭൂമിയിൽ കടന്ന് ഉമ്മ വഫാത്തായില്ലേ? അവിടെ മറവ് ചെയ്തിട്ട് എത്ര 500 കിലോമീറ്റർ ദൂരത്തുള്ള മക്കയില് മൊബൈൽ ഫോണിലൂടെ വിവരം കൊടുക്കാൻ മാർഗമില്ല. വിരുന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഉമ്മ മരിച്ചിട്ടില്ലേ വരുന്നത്? തിരിച്ചു വന്നപ്പോ എന്താ അവസ്ഥ? അബ്ദുൽ മുത്തലിബ് വഫാത്തായി, പിന്നീട് വഫാത്തായി പോയി. കഴിഞ്ഞുണ്ടായിരുന്ന അബൂ താലിബ് വഫാത്തായി പോയി. എല്ലാമായ ഖദീജ ബീവി വഫാത്തായി പോയി. ശരിക്കും റസൂലുള്ളാഹിന്റെ മനസ്സ് തളരേണ്ട ഒരു സന്ദർഭമല്ലേ? ഒന്ന് നാട് വിടാൻ തീരുമാനിച്ചു. ടെൻഷൻ വരുമ്പോ ഒന്ന് മാറി താമസിക്കാൻ, ഒന്ന് കുടുംബത്തിലൊക്കെ പോയിട്ട് വരാം. പോകുന്ന പോക്ക് നമ്മൾ പോകും പോലെ അല്ല. ആ പോകുന്നതും ഇസ്ലാമിന്റെ ദൈവത്ത് തന്നെ. ത്വായിഫിൽ ചെന്നിട്ട് സ്വന്തം ഉമ്മന്റെ ആങ്ങളമാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ശരീരം മുഴുവനും പൊട്ടിയൊലിച്ചു, രക്തമൊലിച്ചു വീഴുമോ എന്ന് തോന്നിപ്പോയി. അതാ പിന്നാലെ നടന്നവർ കുക്ക് വിളിച്ചു. അവര് പെരടി പിടിച്ചിട്ട് ഒരു മൂലയിലേക്ക് അങ്ങ് തള്ളിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ചെന്ന് വീണിട്ട് ബോധം കെട്ട് കിടക്കുന്നത് കണ്ടപ്പോ മുശ്രിക്കീങ്ങളെ മനസ്സിലാക്കി, തായിഫിലെ ശത്രുക്കളെ മനസ്സിലാക്കി. മരിച്ചു പോയടാ എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ തിരിച്ചു പോയത്. അല്ലാഹുവിന്റെ റസൂല് എഴുന്നേറ്റിരുന്നു. അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഈ ത്വായിഫിന്റെ 2 ഭാഗത്തുള്ള പർവ്വതങ്ങളെ പിടിച്ച് കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ഉള്ളിലിട്ട് ഈ അക്രമികളെ കൊല്ലാൻ വേണ്ടി അള്ള പറഞ്ഞിട്ടുണ്ട്. നബിയെ, തങ്ങളെ സമ്മതം കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നബി തങ്ങളെ പറഞ്ഞു, ചെയ്യരുത്. അവർ അറിയാതെ ചെയ്തതാണ്.
ഞാനൊരു ഹക്കായ റസൂലാണെന്ന് അവർക്കറിയില്ല. അങ്ങനെയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവരെ ദ്രോഹിക്കരുത്, അവര് സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു. ഒരു അപേക്ഷ തങ്ങൾ നൽകിയിരുന്നു. നിങ്ങൾ ഇസ്ലാം മതം വിശ്വസിച്ചില്ല, ഞാൻ ഇവിടെ വന്നിട്ട് പ്രബോധനം നടത്തി, നിങ്ങൾ എന്നെ ഒരുപാട് ആക്രമിക്കുകയും ചെയ്തു. ഒരൊറ്റ ഉപകാരം നിങ്ങൾ ചെയ്യണം, ഈ ന്യൂസ് നിങ്ങൾ മക്കയിലേക്ക് കൊടുക്കരുത്, ഇത് മക്കത്ത് നിങ്ങൾ പറയരുത്. ഇതും കൊണ്ട് ഞാൻ മക്കത്തേക്ക് ചെന്നാൽ എനിക്ക് താങ്ങും തണലുമായ എല്ലാവരും പോയ സമയമാണ്, ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. മക്കയിൽ ഈ ന്യൂസ് നിങ്ങൾ എത്തിക്കരുത് എന്ന് പറഞ്ഞത് പരിഗണിക്കാതെ അള്ളാന്റെ റസൂല് മക്കയിലേക്ക് തിരിച്ചു ചെന്നപ്പോഴേക്ക് അവര് മക്കയിലേക്ക് ന്യൂസ് കൈമാറിയിരിക്കുന്നു. മക്കയിലേക്ക് അങ്ങ് ചെല്ലേണ്ടതോടുകൂടി കൂടുതൽ ടെൻഷനാണ്. ഈ ടെൻഷൻ തീർക്കാനാണ് അല്ലാഹു തആല റസൂലുള്ളാഹിനെ യാത്ര നടത്തിയതിന്റെ പിന്നിലെ ഒരുപാട് ലക്ഷ്യങ്ങളിൽ ഒന്ന് മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹിനെ കാണാൻ കൊണ്ടുപോയത്. ഇരിക്കട്ടെ, ഇങ്ങനെ റസൂലുള്ളാഹ് ആ അക്രമികൾക്കെതിരിൽ പ്രാർത്ഥിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് കഅബത്തിന്റെ സമീപത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോ, തവാഫ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിച്ചെന്നപ്പോ അബൂജഹലും ഉത്ബത്തും വലീദും ഷൈബത്തും പാർട്ടികളും ശത്രുക്കളും കഅബത്തിന്റെ ഒരു ഭാഗത്ത് മൂലയിൽ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി തവാഫിൽ ചെന്നപ്പോ അബൂജാഹിലിന്റെ ഓർഡർ പ്രകാരം അതാ ശത്രുക്കൾ വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ കാലിങ്ങോട്ട് പിടിച്ചു വലിച്ചു. റസൂലുള്ളാഹിന്റെ തല തറയിൽ വെച്ച് അടിച്ചു വീണുപോയി. കാലിന് കയറിട്ട് മുറുക്കിയിട്ട് ഇന്നത്തെ പോലെ മാർബിള് പതിച്ച മത്താഫല്ല, കഅബയുടെ പരിസരത്ത് തവാഫ് ചെയ്യുന്ന സ്ഥലം ഈ 25 കൊല്ലത്തിന് ശേഷമാണ് അത് മാർബിള് പതിച്ചത്. ആദ്യമുണ്ടായിരുന്നത് ഇപ്പോൾ ഇബ്രാഹിം മഖാം നിൽക്കുന്ന സ്ഥലവും കഅബയും തമ്മിൽ എത്ര ദൂരമുണ്ട്? ആ സ്ഥലത്ത് ചുറ്റുവട്ടത്തിൽ കുറച്ച് സിമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ മാത്രമേ മാർബിൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 25 കൊല്ലത്തിന് ശേഷമാണ് ചരൽ കല്ലായി കടന്നിരുന്ന വലിയ വലിയ കല്ലുകൾ മുട്ടുകളുമായി കടന്നിരുന്ന മത്താഫ് 20-25 കൊല്ലത്തിന്റെ ഇപ്പുറമാണ് മാർബിൾ പതിച്ചത്. ഇത്രയും പഴക്കമേ അതിലുള്ളൂ. ഈ നിലക്കാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കഅബയുടെ പരിസരത്ത് ഒരു ചെറിയ കഷ്ണം മാർബിൾ പോലും പതിച്ചിട്ടില്ല. ഒരു മോതിരക്കല്ലിന്റെ വലിപ്പത്തിലുള്ള മാർബിൾ പോലും പതിക്കാത്ത പാറക്കെട്ടുകളും മണൽ ഭൂമിയുമായി കിടക്കുന്ന മത്താഫില് കഅബയുടെ പരിസരത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിങ്ങോട്ട് പിടിച്ചു വലിച്ചിട്ട് തല തറയിൽ വെച്ച് അടിച്ചു വീണപ്പോ തലയിൽ നിന്ന് രക്തം പൊടിയുമ്പോ ആ കാല് പിടിച്ചിട്ട് കഅബയുടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. ഇന്നത്തെ തവാഫ് ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാലുകൊണ്ട് നടന്നിട്ടല്ല, റസൂലുള്ളാഹി കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ തല നിലത്ത് വെച്ചടിച്ചു, 2 കൈയും നിലത്ത് വെച്ച് വീണ് വലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പുണ്യഭൂമേനി അല്ലാ റസൂലുള്ളാഹിന്റെ തിരുശരീരം നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞുകൂടായിരുന്നോ? ലികുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ നബിമാർക്കും ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ട്, ഒരു ദുആ ഉണ്ട്. പടച്ചവനെ, അബൂജാഹിലിന്റെ ശർറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി എത്ര പീഡനങ്ങളാണ് അനുഭവിച്ചത് എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് എത്ര വിഷമങ്ങളാണ് അനുഭവിച്ചത്. അമ്മാർ ഇബ്നു യാസിർ എന്ന ഒരു കുടുംബത്തെ, യാസിർ കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബത്തെ മുഴുവനും തീയിട്ട് കരിച്ചു കളഞ്ഞില്ലേ? ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ആരെന്നോടായിരുന്നോ ഈ യാസിർ കുടുംബത്തിലെ പെണ്ണുങ്ങളെ വലിയ ഇരുമ്പിന്റെ ഖഡ്ഗം പഴിപ്പിച്ചിട്ട് തീ കണല് പോലെയാക്കി യാസിർ കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ യോനിയിൽ കൂടി ഗുഹ്യസ്ഥാനത്തിൽ കൂടി കയറ്റിയിട്ട് പഴിപ്പിച്ചല്ലേ അവരെ കൊന്നത്? ഇരുമ്പിന്റെ ദണ്ട്, ഇരുമ്പിന്റെ ചട്ടുകങ്ങള് തീയിലിട്ട് പഴിപ്പിച്ചിട്ട് തലക്ക് അടിച്ചിട്ടല്ലേ അമ്മാർ ഇബ്നു യാസിറിന്റെ സഹോദരനെ കൊന്നത്? ഇരുമ്പിന്റെ പടയെങ്കിൽ തീയിലിട്ട് പഴിപ്പിച്ചിട്ട് അത് ശരീരത്തിൽ ധരിപ്പിച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പോകുമ്പോ കരഞ്ഞു പെടയുന്ന യാസിറിനെ നോക്കിയിട്ട് ഇസ്ബിർ യാ യാസിർ, ക്ഷമിച്ചോ യാസിറേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നടന്നു പോയില്ലേ? വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ? അന്നത് ചെയ്യാൻ കഴിയുമോ? ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ആയിരുന്നോടായിരുന്നോ? നൂഹ് നബി ആയിരുന്നില്ലേ? മൂസാ നബി ആയിരുന്നില്ലേ? മറ്റു നബിമാര് ആയിരുന്നില്ലേ? ആ റസൂലുള്ളാഹിക്ക് ആയിരുന്നോടായിരുന്നില്ലേ? ഈ പഹയര ശർറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ദ്വാരക്കാതെ സ്വന്തം ജീവിതം
അപകടപ്പെട്ടിട്ട് പോലും ഈ ദുആ നടത്താതെ അല്ലാഹുവിന്റെ റസൂൽ ആ ദുആ നീട്ടിവെച്ചിരിക്കുകയാണ്. ഫഇന്നിഖ്തബഅതു ദഅവതി ഇലാ യൗമിൽ ഖിയാമത്തി ശഫാഅത്തൽ ലിഉമ്മത്തി. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇറക്കുന്നു. ആർക്ക് വേണ്ടി? ഈ ദുആ പരലോകത്തേക്ക് നീട്ടിവെച്ചു. ശഫാഅത്തൽ ലിഉമ്മത്തി, എന്റെ ഉമ്മത്തികൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി. ഇത്ര കരുണയുള്ള ഒരു നേതാവുണ്ടോ? മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ ഉമ്മ രാവിലെ മക്കൾക്ക് ഉള്ള ഭക്ഷണം കൊടുത്ത് സ്കൂളിലേക്ക് വിട്ടതാണ്. ഒരു ചായ അവിടെ ബാക്കിയുണ്ട്. രാവിലെ ഉണ്ടാക്കിയ പത്തിരിയുടെ ഒരു കഷ്ണം ബാക്കിയുണ്ട്. ആ വീടൊരു ദാരിദ്ര്യത്തിന്റെ വീടാണ്. ഉമ്മ ആ മകന് കൊടുത്ത പത്തിരിയുടെ ഒരു കഷ്ണമാ ബാക്കിയുള്ളത്. ഉമ്മാക്ക് കഴിക്കാനാ വീട്ടിലൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ആ പത്തിരി അവിടെ എടുത്തു വെച്ചു, ആ ചായയും അവിടെ മാറ്റിവെച്ചു. എന്താ ഉമ്മ പത്തിരി തിന്നാത്തത്? അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിന്നുന്നാ വിചാരിച്ചത്. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി കുളിച്ച് കയറി നിസ്കരിക്കാൻ പോയപ്പോ ഈ പത്തിരിന്റെ കഷ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഉച്ചക്ക് ചോറൊന്നുമില്ല. ദരിദ്രമുള്ള വീട്ടിലാണ്. പഴയ കാലത്ത് നമ്മളെ ഉമ്മമാര് വളർത്തിയത് പലർക്കും അനുഭവം ഉണ്ടാകും. അതാ ആ ഉമ്മ പറയുന്ന മറുപടി, എന്റെ മോൻ സ്കൂൾ വിട്ടിപ്പം ഇങ്ങോട്ട് വരും, അത് എന്റെ കുട്ടിക്ക് വേണ്ടി എടുത്തുവച്ചതാ. ഒരു ഉമ്മ മകൻ എടുത്തു വെക്കാറുണ്ട്. ഉമ്മ പട്ടിണി കിടന്നിട്ട് ഉമ്മ ഭക്ഷണം കഴിക്കാതെ സ്കൂൾ വിട്ടു വരുന്ന എന്റെ കുട്ടിക്ക് വേണ്ടി ഈ പത്തിരിയുടെ കഷ്ണം ഉമ്മ തിന്നാതെ മാറ്റിവെച്ചില്ലേ? അങ്ങനെയല്ലേ നമ്മുടെ ഉമ്മമാര് നമ്മളെ വളർത്തിയത്? ആ ഉമ്മക്ക് നമ്മോടുള്ള സ്നേഹം പോലെയാണോ? അന്ത ഉമ്മുൻ അം ആബോ മാറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. തങ്ങൾ ഞങ്ങളെ മാതാവോ അല്ലെങ്കിൽ പ്രിയ പിതാവോ കണ്ടില്ല അവരിരുവരിലും ഞാൻ തങ്ങളെ ശോഭ തിരുനബിയെ. നമ്മുടെ ഉമ്മയേക്കാ സ്നേഹിച്ച നബിയാണ്, ബാപ്പയേക്കാ സ്നേഹിച്ച നബിയാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വന്തം ജീവിതം അപകടപ്പെട്ടിട്ട് പോലും ആ ശത്രുക്കൾക്കെതിരിൽ ഒരു ദുആ നടത്താൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഈ ദുആ അവിടെ സ്റ്റോക്കുണ്ട്. തങ്ങൾ വേർന്നില്ല, അത് പരലോകത്തേക്ക് നീട്ടിവെച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ശഫാഅത്തൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ.